നിഴലായി നിറമായി നിലവിൻ കടലായി നിഴലായി നിറമായി നിലവിൻ കടലായി നിറനിലാവ് പോൽ നിറസന്ധ്യ പോൽ നിറനിലാവ് പോൽ നിറസന്ധ്യ പോൽ നിറയും നീ സ്വരമാ നിഴലാ തൃശ്ശൂർ ജില്ലയിൽ അകത്തും പുറത്തും പ്രൗഢിയോടെ ശിരസിൽപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 110ാം വാർഷികാഘോഷവും രക്ഷാകർതൃ ദിനവും യാത്രയുടെ സമ്മേളനവും സമഞ്ജസമായി കൊണ്ടാടുന്ന പവിത്ര നിമിഷങ്ങൾക്ക് നാം ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. 1911 കരുവന്നൂർ ദേശത്ത് ജന്മപ്പെട്ട സെന്റ് ജോസഫ് വിദ്യാലയം അതിന്റെ ഭാര്യവും കൗമാരവും യുവത്വവും കഴിഞ്ഞ ഇന്ന് 110ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ മക്കളാലും പേരക്കുട്ടികളാലും ഈ മുത്തശ്ശി ഇന്ന് ഏറെ സുന്ദരിയാണ്. പ്രിയമുള്ളവരെ, കൊറോണ മഹാമാരി ലോകമെങ്ങും പടർന്നു പിടിക്കുന്നതിനിടയിൽ അതിജീവനത്തിന്റെ കരുത്താർജിച്ച് മുന്നോട്ട് കുതിക്കുന്ന നമുക്ക് സന്തോഷിക്കാം, ആഘോഷിക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ. ഓൺ ദിസ് വിക്ടറി മോർണിംഗ് I, Sister Helena, our annual extravaganza. How mesmerizing will be this morning. You will soon discover as the colors of cultural feast unfolds. We are truly blessed with your presence. Yes, this is the day we all wait for here. It is a day of celebration, success and tradition. And to double the joy of the day, we are braced by the presence of great personalities. Please have a big round of applause for Chief Guest Bishop Mappoli Kandukai, Bishop of Irinjalakuda Diocese. Yes, of course, he is the man who is known to think big, believe big, and act big. Along with him, we have Reverend Sister Limaria FCC, Sister Provincial of Alveria Province, Irinjalakuda, Sri Manoj Kumar PV, DO of Irinjalakuda, Srimati Raji Krishna Kumar, Ward Councillor, Karuvallur, Reverend Sister Mabel FCC, Sister Superior, St. Joseph's Convent, Karuvallur, retiring staff, Srimati Ritama MP, Sister Elsita, Sister Sija Grace, PTA President of the school, Sri Anish Anthony, Srimati Regina Sebastian, Staff Secretary, and Kumari Archana TV, school leader of this institution. On behalf of St. Joseph's family, I met pleasure to extend a very cordial welcome to the dignitaries, distinguished inviters, especially family members of retiring staff and St. Joseph's fraternity on this auspicious occasion of colorful celebration of St. Joseph's School, Karuvallur. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളെ കരഘോഷത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് വരവേൽക്കാം.
Tennyson has rightly said, more things are wrought by prayer than the world dreams of. By keeping Tennyson's beautiful words in our mind, let's commence annual day and farewell function of this year with prayer. പ്രപഞ്ചത്തിന്റെ താളലയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് അദൃശ്യനായി അരൂപിയായി നിലകൊള്ളുന്ന ഈശ്വരന്റെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് പ്രണാമമർപ്പിക്കാം. Now I invite ശ്രീമതി ഇന്ദുകല for prayer. Thank you, Srimati Indugala. To give a warm welcome to everybody assembled here, may I take the pleasure of requesting our respected headmistress, Sister Anita, an energetic and passionate leader, to formally welcome the gathering. Please, Sister. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. നമുക്കിന്ന് സന്തോഷിച്ച് ആചരിക്കാം. കാരണം കാലചക്രത്തിൽ കൊറോണ എന്ന അതിസൂക്ഷ്മജീവി വരച്ച വരയാണ് 2020. കാലം കൊറോണയ്ക്ക് മുമ്പും ശേഷവുമായി അങ്ങനെ വേർതിരിഞ്ഞു. നട്ടുച്ചയ്ക്ക് സൂര്യൻ അണഞ്ഞ പോലെ ലോകം ഇരുട്ടിലാണ്ട നാളുകൾ. എങ്കിലും ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്ന ആശാൻ വരികളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വാക്സിൻ കണ്ടുപിടിച്ചതിന്റെ ആശ്വാസമാകുന്ന നിലാവെളിച്ചം ആസ്വദിക്കുകയാണ് ലോകം. ഒപ്പം നാമം നിറഞ്ഞ സദസ്സിനു മുന്നിൽ ആർഭാടമായി ആഘോഷിക്കേണ്ട ഈ ദിനം ചുരുങ്ങിയ സദസ്സിൽ നിരാഘോഷമായി നാം കൊണ്ടാടുകയാണ്. കരുവന്നൂർ സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 110ാം വാർഷികവും 2 അധ്യാപികമാരുടെയും 1 അനധ്യാപികയുടെയും യാത്രയയപ്പ് ഒന്നിച്ചാഘോഷിക്കുന്ന സുമോഹന സുദിനം. ശിശിരം കൊഴിച്ചിട്ട ഇലകൾ പോലെ ഈ വിദ്യാലയ വൃക്ഷത്തിൽ നിന്നും ഓരോ ശിശിരത്തിലും 8ഉം 5ഉം 3 ഇലകൾ കൊഴിയുന്നു. ഈ വർഷവും 3 ഇലകൾ കൊഴിയുന്നു. ഇരിങ്ങാലക്കുട അൽവേർണിയ പ്രോവിൻസിന്റെ വിവിധ വിദ്യാലയങ്ങളായി 35ഉം 20ഉം വർഷങ്ങൾ തങ്ങളുടെ നിസ്തുലമായ സേവനം കൊണ്ട് വിദ്യാലയങ്ങളെ ഉന്നതിയിലെത്തിച്ച സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ് ഇവർ. ഇവർക്ക് ഉചിതമായ യാത്രയയപ്പ് നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ കടമ നിർവഹണത്തിന്റെ തിരശ്ശീല ഉയർന്നിരിക്കുന്ന ഈ യോഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ
എനിക്ക് ഏറെ സന്തോഷമുണ്ട്. വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ ചൊല്ല്. നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് സ്നേഹനിധിയായ അഭിമന്യ പോളിപിതാവാണ്. പ്രാർത്ഥനയുടെ ബലമാണ് ആത്മീയ മനുഷ്യന്റെ ആരോഗ്യമെന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുകയും സൗമ്യദീപ്തമായ സാന്നിധ്യമായി വേദനിക്കുന്നവരുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ കരമായി ദൈവഹിതത്തിലും ദൈവകൃപയിലും ആശ്രയിച്ചുള്ള ജീവിതം വഴി അജഗണത്തെ ഒരു സ്നേഹ സമൂഹമായി വളർത്തുന്നതിന് കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന അഭിമന്യ പിതാവ് നിസ്സാരതയിൽ ചെറുതിൽ എല്ലാം ഉണ്ട് എന്ന് വിശ്വസിച്ച് ദൈവത്തിന്റെ ശൈലി സ്വന്തമാക്കിയ വ്യക്തിയാണ്. അഭിമന്യ പിതാവെ, സഹർഷം ഈ വേദിയിലേക്ക് ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടോടെ ദീർഘദൃഷ്ടിയോടെ ചിന്തിക്കുന്ന ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അമ്മ, ഭൗതികവും അക്കാദമികവുമായ എല്ലാ വിദ്യാലയ പ്രവർത്തനങ്ങളിലും ശക്തമായ പിന്തുണയാണ് അമ്മ നൽകുന്നത്. അമ്മയുടെ കരുതലിന്റെ കാഴ്ചകളാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഒരമ്മയെ പോലെയും സഹോദരിയെ പോലെയും സഭാംഗങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും കൂട്ടായ്മയെ വളർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള പ്രൊവിൻഷ്യൽ അമ്മയെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാളിത്യം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുകയും തന്റെ കൃത്യനിർവഹണത്തിൽ വിശ്വസ്തനും അനുഭവ സമ്പത്തിൽ നിന്നും ചാലിച്ചെടുത്ത തീരുമാനങ്ങളിലൂടെ വിദ്യാഭ്യാസ ജില്ലയെ നയിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡിഒ സാർ അലങ്കാരങ്ങളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഞങ്ങളെ നയിക്കുന്ന ഡിഒ സാർ നേരിട്ട് വന്നും വിദ്യാലയങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ മുന്നിലാണ്. ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുന്ന ഡിഒ സാറിന് ഈ വേദിയിലേക്ക് കൃത്യമായ സ്വാഗതം. തനിക്ക് കൈവന്ന വിജയത്തെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തി ജനത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിയുന്ന സമാരാധിയായ ഒരു നേതാവായി മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വാർഡ് കൗൺസിലർ. വിനയവും ലാളിത്യവും പ്രവർത്തന തൽപരതയും കൈമുതലാക്കി നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ശ്രീമതി രാജീവ് കൃഷ്ണകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർഷത്തെ അധ്യാപന പാരമ്പര്യം, അനുവിന്റെ ആൾരൂപം, അമ്മ മനസ്സിന്റെ ഉടമ, സമർപ്പിതരെ വെല്ലുന്ന വിധേയത്വം, ഇതാണ് റിത്താമ്മ ടീച്ചർ. ഓൺലൈനിലും ഓഫ്ലൈനിലും മീറ്റിംഗ് വിളിച്ചാൽ ആദ്യം ജോയിൻ ചെയ്യുന്നത് ടീച്ചറാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിന് എല്ലാ അധ്യാപകരും ചേർന്നും തനിച്ചും ടിവിയും സ്മാർട്ട് ഫോണും നൽകിയിട്ടും പിന്നെയും വന്ന് സിസ്റ്ററെ ഇനി ആർക്കെങ്കിലും പഠന സൗകര്യമില്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്ന ഉദാര മനസ്സ് റീതാമ്മ ടീച്ചർക്ക് മാത്രം സ്വന്തം. എല്ലാ തരത്തിലും ഈ വിദ്യാലയത്തിന്റെ അനിവാര്യതയായി മാറിയ വ്യക്തിയാണ് റീതാമ്മ ടീച്ചർ. ടീച്ചർ റിട്ടയർ ചെയ്യുന്നത് വിദ്യാലയത്തിന് ഒരു നഷ്ടമാണ്. ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നിഷ്കപടനായ ഒരു യഥാർത്ഥ നടവറമ്പുകാരി എന്ന് വേണം പറയാൻ. എല്ലായിടത്തും തന്നെ തന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയും എല്ലാവരോടും സൗഹാർദ്ദപൂർവം ഇടപഴകുകയും ചെയ്യുന്ന നിഷ്ഠാന്ത സ്നേഹത്തിന്റെ ഉടമ, വിദ്യാർത്ഥികളുടെ പ്രിയ കൂട്ടുകാരി, ഒന്നിനോടും തോറ്റുകൊടുക്കാതെ അധ്യാപനത്തിന്റെ ആധുനിക പ്രവണതകളെ സ്വായത്തമാക്കി വിജയകരമായി അധ്യാപനം നടത്തുന്ന അധ്യാപിക,
വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കരുണയും കരുതലും നൽകുന്ന മാതൃഭാവം, ഏത് ഉത്തരവാദിത്വവും കൃത്യതയോടെ നിർവഹിക്കുന്ന കർമ്മയോഗി എൽസിറ്റ സിസ്റ്ററെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും മനുഷ്യനെയല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി ചെയ്യുവിൻ എന്ന വചനം ഉൾക്കൊണ്ട് അചേതനങ്ങളായ ഫയലുകളും പുസ്തകങ്ങളും കൈകാര്യം ചെയ്യുന്ന, വിരസമെന്ന് നമുക്ക് തോന്നുന്ന ഓഫീസ് വർക്ക് വളരെ സരസമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സിസ്റ്റർ സീത. ചിരിച്ചും ചിരിപ്പിച്ചും സന്യാസത്തിന്റെ സന്തോഷം ജീവിക്കുന്ന സമർപ്പിത. ഓഫീസ് വർക്കിന്റെ കൃത്യതയിൽ സിസ്റ്ററെ വെല്ലാൻ മറ്റാർക്കും കഴിയുകയില്ല. മറ്റുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കാൻ പ്രത്യേക വൈഭവം തന്നെയാണ് സിസ്റ്ററിന്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ സിസ്റ്റർ അടിപൊളി വിറ്റാണ്. സിസ്റ്റർ സീതയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആർക്കും ലഭിക്കാത്ത ഭാഗ്യം സിദ്ധിച്ച PTA പ്രസിഡന്റാണ് ശ്രീ അനീഷ് ആന്റണി. ആരും ഇതുവരെയും 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. തനിക്ക് ലഭിച്ച ഈ അസുലഭ അവസരം 100% പ്രയോജനപ്പെടുത്തി തന്റെ ഇടപെടൽ ഈ വിദ്യാലയത്തിന്റെ എല്ലാ മേഖലയിലും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിലും വിദ്യാലയത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഈ യോഗത്തിന് നന്ദിയർപ്പിച്ച് സംസാരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ അനീഷ് ആന്റണിയെ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ ഘട്ടങ്ങളിൽ വിദ്യാലയത്തോടനുബന്ധിച്ചുള്ള കോൺവെന്റുകളിൽ സുപ്പീരിയർ ആയിരുന്ന അനുഭവ സമ്പത്തിന്റെ ഉടമയും ഈ വിദ്യാലയത്തിന്റെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഞങ്ങളെ നയിക്കുന്ന, ഇന്ന് ആശംസയർപ്പിച്ച് സംസാരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മദറിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തോട് വിട പറയുന്ന അധ്യാപകർക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അധ്യാപിക പ്രതിനിധി റെജീന ടീച്ചറെയും സ്കൂൾ ലീഡർ കുമാരി അർച്ചന ടിവിയെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സിസി ടീച്ചറെയും ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേർപാട് എപ്പോഴും വേദനാജനകമാണ്. വിട പറയുന്ന തങ്ങളുടെ സ്വന്തങ്ങളുടെ യാത്രയയപ്പ് സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന റിട്ടയർ ചെയ്യുന്ന പ്രീതാമ ടീച്ചറുടെയും സിസ്റ്റർ എൽസിറ്റയുടെയും സിസ്റ്റർ സിജ ഗ്രേസിന്റെയും കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, മക്കളെ, ബന്ധുക്കളെ, പ്രിയ വൈദികരെ, സിസ്റ്റർ, സ്നേഹിതരെ, നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാലയത്തിലെ കുടുംബാംഗങ്ങളായ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാലം തീർത്ത അരുതായ്മകളുടെ ഫലമായി അകലത്തായിരുന്നുകൊണ്ട് ഓൺലൈനിലൂടെ ഈ മീറ്റിംഗ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, പ്രിയ മാതാപിതാക്കളെ, നിങ്ങളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ചുരുക്കം ചിലർക്ക് മാത്രമാണ് കഴിഞ്ഞത്. അവരെ പ്രത്യേകമായി ഈ മീറ്റിംഗിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചെറിയ മീറ്റിംഗിലാണെങ്കിലും സൗണ്ടും ലൈറ്റും പ്രദാനം ചെയ്യുന്ന സഹോദരനെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ യോഗം ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും, ഉപകാരികൾക്കും, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ഈ പ്രോഗ്രാം
എഡിറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈവായി മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുവാനും ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓൾ ദ സ്റ്റുഡൻറ്റും ഇരിങ്ങാലക്കുട ടൈംസിന്റെ എഡിറ്ററുമായ രാഹുലിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫോട്ടോ എടുക്കാനായി എത്തിയിരിക്കുന്ന സുരേന്ദ്രനെയും ഈ സമയം ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, sister, for your earnest welcome address. പാവങ്ങളോട് പക്ഷം ചേരുന്ന നൂതന കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട രൂപതയെ കാരുണ്യത്തിന്റെ കുട ചൂടിക്കുന്ന പിതാവ്, കൊറോണ മഹാമാരിയിലും പ്രാർത്ഥനയുടെ കരം കോർത്തുപിടിക്കാൻ തന്റെ അജഗണത്തെ ശക്തിപ്പെടുത്തുന്ന ആത്മീയ നായകൻ അഭിമന്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവ്, അവസരിലും ആവശ്യക്കാരിലും ക്രിസ്തുവിന്റെ മുഖത്തിന് മങ്ങലേൽക്കാതിരിക്കാൻ കുരുന്തനെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കണമെന്ന് ഞങ്ങളെ ഉദ്ബോധിപ്പിക്കാനും ഇന്നത്തെ ആനുവൽ ഡേ ആൻഡ് ഫെയർവെൽ ഫംഗ്ഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അനുദിത പ്രഭാഷണത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കാൻ അഭിമന്യ മാർ പോളി കണ്ണുക്കാടൻ പിതാവ് നമ്മോടൊപ്പമുണ്ട്. For the inaugural function, I cordially invite Mar Poli Kandukadan, Bishop of Iringanakkuda Diocese.
അധ്യക്ഷത മലമരിക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമഗ്ര സമൂഹത്തിൻ്റെ അൽബേനിയ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ലില്ലി മരിയ, ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുന്ന ഇരിങ്ങാലക്കുട DO ആദരണീയനായിട്ടുള്ള ശ്രീ മനോജ് കുമാർ, നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ബഹുമാനിയായിട്ടുള്ള സിസ്റ്റർ റാണിറ്റ, അധ്യക്ഷത മലമരിക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമഗ്ര സമൂഹത്തിൻ്റെ അൽബേനിയ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ലില്ലി മരിയ, ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കുന്ന ഇരിങ്ങാലക്കുട DO ആദരണീയനായിട്ടുള്ള ശ്രീ മനോജ് കുമാർ, നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ബഹുമാനിയായിട്ടുള്ള സിസ്റ്റർ റാണിറ്റ, വാർഡ് കൗൺസിലർ ആദരണീയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീമതി രാജി, ഈ കോൺവെൻറ്റിൻ്റെ സുപ്പീരിയർ ബഹുമാനിയായിട്ടുള്ള സിസ്റ്റർ മേബിൾ, PTA പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള ശ്രീ അനീഷ് ആന്റണി, സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് റിപ്പോർട്ട് വായിക്കുന്ന സിസി ടീച്ചർ, രജീന ടീച്ചർ, സ്കൂൾ ലീഡർ കുമാരി അർച്ചന, വേദിയിലായിരിക്കുന്ന ഈ കോൺവെൻറ്റിൻ്റെ ചാപ്റ്റനായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ആന്റണി മഞ്ഞടി അച്ഛ, പ്രിയമുള്ള ബിജു പുതുശ്ശേരി അച്ഛ, പ്രിയമുള്ള ഫെമിനി ചിറ്റപ്പള്ളി അച്ഛ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള സ്നേഹമുള്ളവരെ, റിട്ടയർ ചെയ്യുന്ന ബഹുമാന്യരായിട്ടുള്ള പ്രീതമ്മ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജ, ഡേസ്, അവരുടെ കുടുംബാംഗങ്ങളെ, ഓൺലൈനിലൂടെ ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികളെ, PTA ഭാരവാഹികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ക്ഷണിതാക്കളായിട്ട് എത്തിയിരിക്കുന്ന സ്നേഹമുള്ളവരെ, സെൻറ് ജോസഫ് ഗേൾസ് സ്കൂൾ കരുവന്നൂർ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാലയമാണ്. ഈ നാടിൻ്റെ വികസനത്തിനും ഈ നാടിൻ്റെ പുരോഗതിക്കും അക്ഷരജ്ഞാനം പകർന്നു കൊടുത്ത ഏറെ പാരമ്പര്യവും ഏറെ മികവുമുള്ള ഒരു കലാലയമാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ കവാടത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ 2018 പ്രളയത്തിൻ്റെ ദിനങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അന്ന് ഈ സ്കൂളിൻ്റെ ക്ലാസ് റൂമും ഓഫീസും ഈ പ്രദേശങ്ങളുമൊക്കെ ഈ പ്രദേശത്തു നിന്നും അകലെ നിന്നും വന്നിട്ടുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള വ്യക്തികൾ
അഭയം തേടിയ ഒരു ഇടമാണ്. ഈ പ്രദേശത്ത് ഇത്രയധികം പേര് അഭയം തേടിയ മറ്റൊരു കലാലയം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ തലങ്ങളിലൊക്കെ ഈ സ്കൂള് എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്കൂളിന്റെ തനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ മികവ് എന്നും പ്രകടമാക്കി. മുത്തശ്ശി എന്നൊക്കെ ഈ സ്കൂളിനെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഈ കാലയളവിലൊക്കെ ഈ സ്കൂള് അനന്യത, യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണമേന്മയുള്ള രൂപീകരണം, സമഗ്രമായിട്ടുള്ള വ്യക്തിത്വ രൂപീകരണം നൽകാൻ ഈ സ്കൂള് മുൻപന്തിയിലായി. ഇന്ന് സ്കൂളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥിനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തനതായിട്ടുള്ള വ്യക്തിമുദ്ര പതിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ സ്കൂളിന് അഭിമാനിക്കാനുള്ള കാര്യമാണ്. ഗുണമേന്മയുള്ള എഡ്യൂക്കേഷൻ എന്ന് പരാമർശിക്കുമ്പോഴാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ഓഫ് കോഴ്സ് കരിക്കുലർ കാര്യങ്ങളിൽ അക്കാഡമിക് തലത്തിൽ മികവ് സ്കൂളിനുണ്ട്. അത് നല്ല മികവോടുകൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് മാത്രമല്ല, അക്കാഡമിക് എക്സലൻസ് മാത്രമല്ല സ്കൂളിന്റെ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ സവിശേഷത. ഈ അക്കാഡമിക് എക്സലൻസും അതോടൊപ്പം തന്നെ കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ പ്രാധാന്യവും കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സ്കൂള് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സമർപ്പിത സമൂഹത്തിന്റെ തനിമ നിലനിർത്തുന്ന വിധത്തില് ക്യാരക്ടർ ഫോർമേഷന് തത്തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്വഭാവ രൂപവൽക്കരണം ഈ സ്കൂളിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള മാതാപിതാക്കള് ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യേ തങ്ങളുടെ മക്കളെ ഈ സ്കൂളിലേക്ക് വിടണം എന്ന് താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ ഇത്രയേറെ കുട്ടികൾ ഓരോ വർഷവും 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഇവിടെ നിന്ന് പാസിംഗ് ഔട്ട് ആവുക. ക്യാരക്ടർ ഫോർമേഷന്റെ എല്ലാ സവിശേഷതകളും ഈ സ്കൂളിന്റെ ഫോർമേഷനിൽ ഉൾച്ചേർത്തിരിക്കുക. അത് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് CBSE, ICSE സ്കൂളുകളൊക്കെ ആരംഭിച്ചു. ഈ പ്രദേശത്ത് ഈ ഇരിഞ്ഞാലക്കുട പട്ടണത്തിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഈ സ്കൂളിലേക്ക് വിടണം എന്ന് താല്പര്യം കാണിക്കുന്നതിന്റെ പൊരുള് ഇതാണ്. ഈ സ്കൂളിലേക്ക് വിട്ടാൽ ആ കുട്ടിയുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഇവിടുത്തെ സിസ്റ്റേഴ്സും അധ്യാപകരും നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാധാന്യവും ഈ സ്കൂളിന് ഉണ്ട്. സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് ഉൾപ്രേരണ കൊടുക്കാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നു. ഞാൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പരിശീലന പദ്ധതിയാണ് ഈ സ്കൂളിൽ നടത്തുന്നത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം കുട്ടികൾ ആരും സ്കൂളിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഓൺലൈനിലൂടെ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഓഫ്ലൈനിലൂടെയും ഒക്കെ ഈ പ്രചോദനം നൽകാൻ
ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ടാണ് റിപ്പോർട്ട് വായനയ്ക്ക് മുമ്പ് ഈ ഉദ്ഘാടന പ്രസംഗം നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. റിപ്പോർട്ടിൽ നിങ്ങൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇങ്ങനെ ക്യാരക്ടർ ഫോർമേഷനും അതോടൊപ്പം തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റും അക്കാഡമിക് എക്സലൻസും കൂട്ടിച്ചേർത്തിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു പരിശീലന പദ്ധതി സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അനുസൃതമായി നിന്നുകൊണ്ട് നൽകുമ്പോഴാണ് സ്കൂളിന്റെ മാനേജ്മെന്റിനെയും സ്റ്റാഫിനെയും PTA ഭാരവാഹികളെയും ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കും. കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തില് പങ്കാളിത്തത്തിൽ പരിമിതപ്പെടുത്തി ഓൺലൈനിലൂടെ കുട്ടികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഈ പരിശീലനം നേടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിനെ കെട്ടിപ്പടുക്കാൻ, രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ നമ്മുടെ കുഞ്ഞുമക്കള് മുൻപന്തിയിൽ വരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക. കുട്ടികളോട്, ഓൺലൈനിലൂടെ പങ്കെടുക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ. നിങ്ങള് നാളത്തെ തലമുറയിലെ ഈ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നവരും ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ സഹകരിക്കുന്നവരുമായിട്ട് വളരണം. അത് രാഷ്ട്രീയ തലത്തിൽ താല്പര്യമുള്ളത് ആ തലങ്ങളിലേക്ക് വരണം. സിവിൽ സർവീസിലേക്ക് താല്പര്യമുള്ളവർ ആ തലത്തിലേക്ക് വരണം. ആത്മീയ ശുശ്രൂഷയിൽ താല്പര്യമുള്ളവർ ആ തലത്തിലേക്ക് വരണം. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് താല്പര്യമുള്ളവർ ആ തലങ്ങളിലേക്ക് വരണം. സ്പോർട്സിന്, സാഹിത്യത്തിന്, സംഗീതത്തിന്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള താല്പര്യമുള്ളവർ ആ തലങ്ങളിൽ അവരുടെ പ്രൊഫഷണൽ പരിശീലനം നേടണം. ഇവിടെ മാതാപിതാക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കുഞ്ഞുമക്കള് ഇന്ന് കുടുംബങ്ങളില് നമ്പർ കുറവാണ്. 1-2 മക്കളെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് കുട്ടികളുടെ അഭിരുചിയേക്കാൾ ഉപരി മാതാപിതാക്കളുടെ താല്പര്യങ്ങള് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈ കുട്ടികൾ വളരുമ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അവര് സമൂഹത്തിന് നൽകുമെന്ന് നിങ്ങൾ ആരും മോഹിക്കേണ്ട. കുട്ടികളുടെ അഭിരുചിക്കല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ കുഞ്ഞുമക്കളിൽ അടിച്ചേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് എഞ്ചിനീയർ ആയാലും, ഡോക്ടർ ആയാലും, സയന്റിസ്റ്റ് ആയാലും, അധ്യാപകനായാലും സവിശേഷമായിട്ടുള്ള ഒരു സംഭാവന രാഷ്ട്രത്തിനോ, നാടിനോ, നാട്ടുകാർക്കോ, സമൂഹത്തിനോ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അവരുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള ഒരു രൂപീകരണമായിരിക്കില്ല അവർക്ക് ലഭിച്ചത്. ഇന്ന് പല മാതാപിതാക്കളും എൻ്റെ അടുത്ത് ചിലപ്പോഴൊക്കെ റെക്കമെൻഡേഷൻ LKG പോലും, പ്ലേ സ്കൂളിൽ പോലും റെക്കമെൻഡേഷൻ വരുന്ന കേസുകളുണ്ട്. അപ്പൊ ചോദിക്കുമ്പോൾ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഡോക്ടറാവാം, അല്ലെങ്കിൽ ആ കൊച്ചിനെ എഞ്ചിനീയർ ആക്കാം. ആ കൊച്ചു ജനിച്ചു വീണിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ആ കൊച്ചിന്റെ അഭിരുചി തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല. പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്ക് ശേഷം, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നേതൃത്വ നിലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആ തലത്തിലേക്ക് വിടണം. സംഗീതത്തിനും കായിക കലാ വൈഭവങ്ങൾക്കും അഭിരുചിയുള്ളവരെ ആ തലത്തിലേക്ക് വിടണം. ആത്മീയ ശുശ്രൂഷയ്ക്ക് അഭിരുചിയുള്ളവരെ ആ തലത്തിലേക്ക് വിടണം. സയന്റിസ്റ്റ് ആകാൻ താല്പര്യമുള്ളവരെ സയന്റിസ്റ്റ് ആക്കണം. മെഡിസിന് താല്പര്യമുള്ളവരെ മെഡിസിൻ വിടണം. ടെക്നോളജിയിൽ താല്പര്യമുള്ളവരെ ആ തലത്തിലേക്ക്, എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് വിടണം. അവരവരുടെ അഭിരുചിക്ക് അനുസൃതമായിട്ട് കുട്ടികളെ രൂപീകരിച്ച് വിടാനായിട്ട്
സാധിക്കണം. അതുകൊണ്ടാണ് ആദരണീയനായിട്ടുള്ള കാലം ചെയ്ത നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം, ശ്രീ അബ്ദുൽ കലാം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ സ്വപ്നം കാണണം. കുഞ്ഞുമക്കളോട് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണണം. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ആശ്രയം വെക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ there will not be that word impossible in your life dictionary. What is impossible today will be possible tomorrow if you work hard and trust in God. അസാധ്യമെന്നുള്ള ഒരു പദം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇന്ന് അസാധ്യമെന്ന് നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യം നാളെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, പ്രിയ മാതാപിതാക്കളെ, കുട്ടികളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കാൻ മാതാപിതാക്കൾ ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയും വിവേചനത്തോടും വിവേകത്തോടും കൂടെ അവരെ വിലയിരുത്തുകയും ചെയ്ത് ആ അഭിരുചിക്ക് അനുസൃതമായിട്ട് അവരെ പറഞ്ഞയക്കുക. രാഷ്ട്രീയത്തിലെ നല്ല മികവുള്ള രാഷ്ട്ര നേതാക്കൾ വരും. സിവിൽ സർവീസിലെ നല്ല വിദഗ്ധരായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സ് വരും. ലെജിസ്ലേറ്റീവിലും ജുഡീഷ്യറിയിലും നല്ല വിദഗ്ധരായിട്ടുള്ള വ്യക്തികൾ വരും. നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നവര് വരും. കായിക, സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക തലങ്ങളിലൊക്കെ നല്ല വൈദഗ്ധ്യമുള്ളവര് നാളത്തെ തലമുറയിൽ വരും. അതിന് മാതാപിതാക്കളെ ക്ഷമയോടെ, വിവേകത്തോടെ, വിവേചനത്തോടെ മക്കളുടെ അഭിരുചികൾ തിരിച്ചറിയാനും അതിനനുസൃതമായിട്ട് അവരെ പരിശീലിപ്പിക്കാനും തയ്യാറാകുക. അതിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സ്കൂളിൽ നിന്ന് 3 പേര് ഔദ്യോഗികമായിട്ട് വിരമിക്കുകയാണ്. 3 പേരും കണ്ടു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യേണ്ട പ്രായമായി എന്നൊന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം സെന്റ് ജോസഫ് കോളേജില് ഒരു ആനിവേഴ്സറിക്ക് ചീഫ് ഗസ്റ്റ് ആയിരുന്ന വ്യക്തി, ഒരു IPS ഓഫീസർ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ബിറ്റ്വീൻ 60 to 70 ആണ് ഏറ്റവും എനർജറ്റിക് ഇയർ ഫോർ യുവർ സർവീസ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര ബാക്കിയുള്ളവര്, അതിന് താഴെയുള്ളവര് അത്ര എനർജറ്റിക് അല്ലെന്നല്ല. ഇവര് they are experienced well, they are mature. അപ്പൊ അതുകൊണ്ട് ഇവര് 3 പേര് റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ ഇവരോട് പറയാം, although you are retiring, you are not tired, so be active in your field. സിസ്റ്റേഴ്സിന് 2 പേർക്കും, സിസ്റ്റേഴ്സിലേക്കും സിസ്റ്റേഴ്സിലേക്കും കൂടുതൽ സർവീസിന് അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രത്തമ്മ ടീച്ചറോട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരണം. സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ തലങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് വരണം. വിദ്യാഭ്യാസ തലത്തില് കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം, അവരെ ഞാൻ അറിയുന്നവരാണ്. ആ തലങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യമുള്ള തലത്തിലേക്ക് വരണം. വീട്ടില് വിശ്രമിക്കാനുള്ള സമയമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല അനുഭവസ്ഥരാണ്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുള്ളവരാണ്. ഈ പരിശീലനവും കഠിനാധ്വാനവും ഈ നിങ്ങൾക്ക് കിട്ടിയ പക്വതയും ഒക്കെ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ, നിങ്ങൾക്ക് നാളത്തെ തലമുറയെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ വിനിയോഗിക്കണം. ഈ അവസരത്തിന് 35 വർഷക്കാലം ഈ സ്കൂളില് സേവനം ചെയ്ത റീത്തമ്മ ടീച്ചറോടും 20 വർഷം വീതം സേവനം ചെയ്ത സിസ്റ്റർ സിറ്റിയോടും സിസ്റ്റർ സിജിയോടും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം കൃപകൾ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. For your blessed presence and inspiring words.
Next, we have our annual school report. I would like to call upon our loving teacher, Srimati Sissy Joseph, staff representative, to present the preamble of school achievements, the school report. Please, teacher. കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ 2020-21 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ശാന്തസുന്ദരമായി ഒഴുകുന്ന കരുവന്നൂർ പുഴയുടെ തീരത്ത് ആയിരങ്ങൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന് തലയുയർത്തി നിൽക്കുന്ന സെന്റ് ജോസഫ് വിദ്യാലയം 110 വർഷങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് കുതിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി വിദ്യാലയത്തിന് മുറ്റം കുട്ടികളുടെ കാൽച്ചുവടുകളില്ലാതെ പഠനം നടത്തുന്ന അധ്യയന വർഷം. ഒരു നിമിഷം സ്കൂൾ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവിന്റെ പുണ്യപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആരംഭിക്കട്ടെ. ദൈവാശ്രയ ബോധത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ സാരഥിയായി നിലകൊള്ളുന്ന സിസ്റ്റർ റാണിറ്റയുടെ നേതൃത്വത്തിന് കീഴിൽ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ നേട്ടം കൊയ്ത് നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പ്രയാണം തുടരുകയാണ്. നമ്മുടെ വിദ്യാലയത്തിനെയും കുട്ടികളെയും ഒരുപോലെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ 3 സഹപ്രവർത്തകരായ ശ്രീമതി റീതാമ്മ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജാൻ ഗ്രേസ് തങ്ങളുടെ സേവനം പൂർത്തിയാക്കി ഈ വർഷം സ്കൂളിൽ നിന്നും പടിയിറങ്ങുകയാണ്. ഈ വിദ്യാലയത്തിന് വേണ്ടി ഇവർ ചെയ്ത സേവനങ്ങളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. 2019-20 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷ എഴുതിയ 105 കുട്ടികളിൽ 25 കുട്ടികൾ ഫുൾ A+ഉം 4 കുട്ടികൾ 9 A+ഉം 100% വിജയം കൈവരിക്കുകയും ചെയ്തുവെന്ന് അഭിമാനത്തോടെ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ LSS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ബാലവർമ്മ S എന്ന കുട്ടിയും, USS പരീക്ഷയിൽ അനീറ്റ റാഫി, ശ്രാവണി TV, കൃഷ്ണവേണി, ജെനിറ്റ ജെഫ്രിൻ, ഫിസ ഷാനവാസ് എന്നിവരും, NMMS സ്കോളർഷിപ്പ് പരീക്ഷയിൽ അർച്ചന TV എന്ന കുട്ടിയും സ്കോളർഷിപ്പിന് അർഹത നേടുകയുണ്ടായി. ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ വിദ്യാലയത്തെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കട്ടെ. ഈ അധ്യയന വർഷത്തെ പ്രവർത്തന പരിപാടികൾ പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. അക്ഷര വെളിച്ചത്തിന്റെ ആദ്യവായ വാതായനം തുറക്കാൻ വിദ്യാലയത്തിന് മുറ്റത്ത് കുരുന്നുകളില്ലെങ്കിലും ഓൺലൈനായി പ്രവേശനോത്സവം ഭംഗിയായി നടത്തപ്പെട്ടു. 1 മുതൽ 10 വരെയുള്ള എല്ലാ കുട്ടികളെയും ക്ലാസുകൾ തിരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു. നോട്ട്സും വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നൽകുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ അധ്യാപകർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ വഴി പഠനം നടത്താൻ കഴിയാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള TV, മൊബൈൽ ഫോൺ എന്നിവ നൽകുകയുണ്ടായി. ഈ അവസരത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്നായിരുന്നു കരുവന്നൂർ കോർപ്പറേറ്റീവ് ബാങ്കിന്റെയും ഓൾഡ് സ്റ്റുഡൻസിന്റെയും സഹായങ്ങൾ. കരുവന്നൂർ കോർപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ വിദ്യാലയത്തിലെ 10 കുട്ടികൾക്ക് TV നൽകുകയുണ്ടായി. ഓൾഡ് സ്റ്റുഡൻസ് 9 TVയും 3 മൊബൈൽ ഫോണും, പാരന്റ്സ് 3 മൊബൈൽ ഫോണും നൽകി. കൂടാതെ അധ്യാപകർ ഒറ്റയ്ക്കും കൂട്ടായും 8 മൊബൈൽ ഫോണും 2 TVയും കുട്ടികൾക്ക് നൽകുകയുണ്ടായി. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന കരുവന്നൂർ കോർപ്പറേറ്റ് ബാങ്കിനോടും അധികാരികളോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഈ വിദ്യാലയത്തിനോടും കുട്ടികളോടും കാണിക്കുന്ന സ്നേഹത്തിനും അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഓർക്കുകയും അവർക്ക് ദൈവാനുഗ്രഹവും നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ എല്ലാ ദിനാചരണങ്ങളും പ്രവർത്തനങ്ങളും ഓൺലൈനായി തന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു. ഓരോ ദിനാചരണങ്ങളുടെയും പ്രത്യേകതകൾക്കനുസരിച്ച് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള മത്സരങ്ങളും കലാപരിപാടികളും വളരെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം, ലോക സംഗീത ദിനം, ലഹരി വിരുദ്ധ ദിനം, വായനാ വാരം, ബഷീർ ദിനം, നാഷണൽ പേപ്പർ ബാഗ് ഡേ, ചാന്ദ്രദിനം, പാരന്റ്സ് ഡേ, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യ ദിനം, അധ്യാപക ദിനം,
ഓസോൺ ദിനം, ഹിന്ദി ദിനം, ഹാർട്ട് ഡേ, ഓണാഘോഷം, ഗാന്ധി ജയന്തി, കേരള പിറവി, ഉയർ 2020, ശിശുദിനം, എയ്ഡ്സ് ഡേ, അറബി ദിനം, ക്രിസ്മസ് സെലിബ്രേഷൻ എന്നീ ദിനാചരണങ്ങൾ വളരെ മനോഹരമായി ആഘോഷിക്കുകയും പ്രസക്തമായ പരിപാടികൾ സ്കൂൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവൃത്തി പരിചയമേള, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് എന്നീ മേളകൾ ഓൺലൈനായി സംഘടിപ്പിക്കുകയുണ്ടായി. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, അറബി കലോത്സവം, സംസ്കൃത കലോത്സവം എന്നിവ ഓൺലൈനിലൂടെ തന്നെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയുണ്ടായി. നാഷണൽ ഗ്രീൻ കോർപ്പറേഷൻ കോമ്പറ്റീഷനിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് 5 കുട്ടികൾ പങ്കെടുത്തു. സ്മാർട്ട് എനർജി വീഡിയോ പ്രസന്റേഷൻ മത്സരത്തിൽ മിന്ന മനോജ് സ്റ്റാൻഡേർഡ് 6 എ ഗ്രേഡ് വാങ്ങി ജില്ലയിൽ സെലക്ഷനായി അടുത്ത മത്സരത്തിനായി കാത്തിരിക്കുന്ന വിവരം ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഓൺലൈൻ കലോത്സവത്തിൽ 13 കുട്ടികൾ 17 ഇനങ്ങളിലായി പങ്കെടുക്കുകയുണ്ടായി. തൃശൂർ ജില്ലയിലെ ഇൻസ്പയർ അവാർഡിനായി നമ്മുടെ വിദ്യാലയത്തിലെ 5 കുട്ടികൾ പങ്കെടുക്കുകയും സെലക്ഷൻ റൗണ്ട് വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നു. 64 വിദ്യാർത്ഥികളുള്ള 2 ഗൈഡിംഗ് കമ്പനി ഇവിടെയുണ്ട്. 2019-20 അധ്യയന വർഷം 7 കുട്ടികൾ രാജ്യപുരസ്കാർ പരീക്ഷ പാസ്സായി ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുണ്ട്. ആഷിറ എ, ആയിഷ തസ്നീം, ഭദ്ര വിജയലക്ഷ്മി, അഭിരാമി, ചന്ദന, സാന്ദ്ര ചന്ദ്രൻ, സുമയ എ എന്നിവരാണവർ. ഇന്നത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് രാജ്യപുരസ്കാർ പരീക്ഷ എഴുതാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ 50 മാസ്ക് വീതം നിർമ്മിച്ച് ജില്ലാ ഓഫീസിൽ ഏൽപ്പിക്കുകയുണ്ടായി. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നവരിൽ 12 കുട്ടികളും ഗ്രേസ് മാർക്കിന് അർഹത നേടിയിട്ടുണ്ട്. കുട്ടികളുടെ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് 3 യൂണിറ്റുകളായി 120 കുട്ടികൾ അംഗങ്ങളായി നമുക്കുണ്ട്. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നവരിൽ 38 കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹത നേടി. കുട്ടികളിൽ സേവന സന്നദ്ധ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച റെഡ് ക്രോസ് സംഘടനയിൽ 66 കേഡറ്റുകൾ പ്രവർത്തിക്കുന്നു. ഈ വർഷം 5ാം സ്റ്റാൻഡേർഡിൽ നിന്നും 20 കുട്ടികൾ ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണം കണക്കിലെടുത്ത് 40 കുട്ടികൾ 10 മാസ്ക് വീതം തയ്യാറാക്കി JRC തൃശൂർ ഓഫീസിൽ നൽകി. KCSL സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഓൺലൈനായി തന്നെ ഒക്ടോബർ മാസത്തെ കൊന്താചരണവും ക്രിസ്മസ് ആഘോഷവും മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. LP വിഭാഗം സംഘടനയായ തിരുവാലി സഖ്യവും KCSL സംഘടനയോട് ചേർന്ന് പ്രവർത്തിച്ചു പോരുന്നു. കുട്ടികളെ ആത്മീയമായി വളർത്താൻ നല്ല രീതിയിൽ തന്നെ ഈ സംഘടനകൾ പരിശ്രമിക്കുന്നുണ്ട്. 2019-20 അധ്യയന വർഷത്തിൽ SSLC പരീക്ഷ എഴുതി ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് 2021 ജൂൺ 8-ാം തീയതി വിജയോത്സവം പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയങ്കരനായ തൃശൂർ MP പ്രതാപൻ സാർ വിജയോത്സവത്തിൽ പങ്കെടുത്ത് ചടങ്ങിന് മാറ്റുകൂട്ടി. ഫുൾ A+ നേടിയ കുട്ടികൾക്ക് MP വക പുരസ്കാരവും സ്കൂൾ എൻഡോമെന്റായ ക്യാഷ് അവാർഡും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച സമ്മാനവും നൽകി കുട്ടികളെ ആദരിച്ചു. കഴിഞ്ഞ വർഷത്തെ 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ പ്രൊഫഷൻസി പ്രൈസ് വിതരണവും അദ്ദേഹം നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് 2021 ജനുവരി 1-ാം തീയതി മുതൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് SSLC ക്ലാസുകൾ ആരംഭിക്കുകയും നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം ഈ വർഷത്തെ PTA തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ PTA അംഗങ്ങൾ തന്നെ ഇപ്പോഴും തുടർന്നു വരുന്നു. PTA പ്രസിഡന്റും ഭാരവാഹികളും ഇപ്പോഴും സ്കൂളിന് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വിദ്യാലയ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നു. ഓൺലൈനായും അല്ലാതെയും എക്സിക്യൂട്ടീവ് മീറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാ PTA ഭാരവാഹികളെയും നന്ദിയോടെ ഓർക്കട്ടെ. വിദ്യാർത്ഥികളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടി ചിൽഡ്രൻസ് പാർക്കിന്റെ പുനർനിർമ്മാണവും പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണവും വളരെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന വിവരം ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. പുരോഗതിയുടെ പാതയിൽ മുന്നേറുന്ന ഈ വിദ്യാലയത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങൾക്ക് പിന്തുണയും പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും നൽകുന്ന FCC കോർപ്പറേറ്റ് മാനേജ്മെന്റിനെയും റെവറൻഡ് സിസ്റ്റർ പ്രൊവിൻഷ്യാലിനെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും
പ്രാർത്ഥന സഹായങ്ങളും നൽകി വരുന്ന സെന്റ് ജോസഫ് കോൺവെന്റ് സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ മേബിളിനെയും മറ്റു സിസ്റ്റേഴ്സിനോടുമുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ വിദ്യാലയത്തിലെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കോൺവെന്റ് ചാപ്ലിൻ റവറൻഡ് ഡോക്ടർ ആന്റണി മഞ്ഞളയെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ കലാലയത്തിന്റെ വളർച്ചയിൽ അക്ഷീണം പ്രയത്നിച്ച എല്ലാ സുമനസ്സുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് 2020-21 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജനസമക്ഷം സമർപ്പിക്കുന്നു. താങ്ക് യു. Thank you, teacher, for your patience and commitment towards the school. From the report, we can understand that our togetherness have proved its strength in all the fields. ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവഹിതം നെഞ്ചിലേറ്റി ആശയങ്ങളും ആദർശങ്ങളും വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെ ചാലിച്ചു ചേർത്ത് ഇരിങ്ങാലക്കുട അൽവോനിയ പ്രോവിൻസിന്റെ സാരഥ്യം വഹിക്കുന്ന ആത്മീയ സാരഥി റെവറൻഡ് സിസ്റ്റർ ലില്ലി മരിയ. ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദി പങ്കിടാൻ പ്രോത്സാഹനമേ ലഭിച്ചതിൽ. ഈ സെന്റ് ജോസഫ് കുടുംബത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും കരുത്തേകുന്ന ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് സിസ്റ്റർ ലില്ലി മരിയ. Now, I would like to invite Reverend Sister Lily Maria, Sister Provincial of Alvonia Province, Iringanikuda, for presidential address. Please, Sister. ഈ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആനുവൽ ഡേയും ഫെയർവെൽ ഫംഗ്ഷനും സമുചിതമായി കൊണ്ടാടുന്ന ഈ വേദിയിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളിക്കണ്ണക്കാടൻ, റിട്ടയർ ചെയ്യുന്നവരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്ന ഇരിഞ്ഞാലക്കുട DO ശ്രീ മനോജ് കുമാർ, ഏവരെയും സ്വാഗതം ചെയ്ത സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ റാണിറ്റ, റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീമതി സിസി ജോസഫ്, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി രാജി കൃഷ്ണകുമാർ വാർഡ് കൗൺസിലർ, സിസ്റ്റർ മേബിൾ, സിസ്റ്റർ സുപ്പീരിയർ ഓഫ് സെയിൻറ്റ് ജോസഫ്സ് കോൺവെന്റ് കരുവന്നൂർ, ശ്രീമതി റെജീന സെബാസ്റ്റ്യൻ സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ്, കുമാരി അർച്ചന സ്കൂൾ ലീഡർ, ഏവർക്കും നന്ദി അർപ്പിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ അനീഷ് ആന്റണി. ഇന്ന് ഈ വിദ്യാലയത്തോട് യാത്ര ചോദിക്കാൻ ഒരുങ്ങുന്ന ശ്രീമതി റീത്തമ്മ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, സിസ്റ്റർ സിജ ഗ്രേസ്, സ്നേഹമുള്ള അധ്യാപകരെ, ഓൺലൈനിൽ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, PTA അംഗങ്ങളെ, ഏറ്റവും പ്രത്യേകമായി ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യാൻ ഒരുങ്ങുന്ന 3 പേരുടെയും കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട വൈദികരെ, ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ കോവിഡ് പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിൽ ഈ ഒരു വർഷം ഇത്രയും മനോഹരമായ പരിപാടികൾ ഈ വിദ്യാലയത്തിൽ ഒരുക്കിയ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിരിക്കുന്ന സിസ്റ്റർ റാണിറ്റയ്ക്കും എല്ലാ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങൾക്കും PTA അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, വിദ്യാലയം എന്നത് അത് അക്ഷരം കൊടുത്ത് അജ്ഞത മാറ്റാൻ, സ്നേഹം കൊടുത്ത് ശൂന്യത മാറ്റാൻ, വിജ്ഞാനം കൊടുത്ത് അന്ധകാരം മാറ്റാനുള്ള ഇടമാണ്. ഈ ഇടം എന്ന് പറയുമ്പോൾ ഈ വർഷം ഈ വിദ്യാലയത്തിലേക്ക് അധികം കുട്ടികൾക്ക് കടന്നു വരാനായില്ല. എങ്കിലും നമുക്കറിയാം, പുതിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും ഈ വിദ്യാലയം നിർവഹിച്ചു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അക്ഷരം കൊടുത്ത് അജ്ഞത മാറ്റാനും, സ്നേഹം കൊടുത്ത് ശൂന്യത മാറ്റാനും, വിജ്ഞാനം കൊടുത്ത് അന്ധകാരം മാറ്റാനും ഈ വിദ്യാലയം ശ്രമിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വർഷം. അക്ഷരം കൊടുക്കുമ്പോൾ കുട്ടികളുടെ അജ്ഞത മാറുന്നു, അക്കാഡമിക് ലെവലിൽ അവർ വളരുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി അവരുടെ മാനസികമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും ആവശ്യമാണ് സ്നേഹം കൊടുക്കുക എന്നുള്ളത്. അവരുടെ ഹൃദയത്തിൻ്റെ ശൂന്യത മാറ്റുക എന്നുള്ളത് വളരെ ഏറെ ഇന്നത്തെ കാലഘട്ടത്തിൽ
അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നെനിക്ക് തോന്നുകയാണ് ഈ സ്നേഹം കൊടുത്ത് കുട്ടികളുടെ ശൂന്യത മാറ്റുക എന്നുള്ള വിഷയം. പ്രത്യേകിച്ചും കുട്ടികളെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പരിധി വരെ അവർ പരസ്പരം ബന്ധപ്പെടുകയും കുറച്ച് കളിച്ചും ചിരിച്ചും ഒക്കെ അവരുടെ ആ മനസ്സിന്റെ ശൂന്യതയൊക്കെ പോകും. ഈ കാലഘട്ടത്തിൽ അതിന് സാധിക്കാതെ വരുമ്പോൾ കുട്ടികൾ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും പ്രത്യേകം ഒരു റോളുണ്ട്. ഈ കുട്ടികളെ സ്നേഹിക്കുക, വേണ്ടത്രേ കരുതലോടെ സ്നേഹിക്കുക എന്നുള്ളത്. ഒപ്പം തന്നെ മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടാണ്, അവർക്ക് വിജ്ഞാനം പങ്കുവെച്ചുകൊണ്ടാണ് അവരുടെ അന്ധകാരം മാറ്റാനായിട്ട് സാധിക്കുക. ഈ ലോകത്തിൽ അവർ എന്തിനായി ജനിച്ചു, എന്തിനായി അവർ പഠിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. മൂല്യബോധം ഇന്ന് ആ കുട്ടികളിൽ എന്തുമാത്രം നമ്മൾ കുത്തിവെക്കുന്നു, അതനുസരിച്ച് നാളത്തെ പൗരത്വത്തില് നാളെ പൗരന്മാരായി തീരുമ്പോൾ അവർ സമൂഹത്തെ, സ്ഥാപനത്തെ സ്നേഹിക്കുകയുള്ളൂ, കുടുംബങ്ങളെ സ്നേഹിക്കുകയുള്ളൂ, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വിദ്യ പകർന്നു കൊടുക്കുക എന്നതിൽ ഉപരി മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമുള്ള വലിയൊരു റോളാണ് കുട്ടികളുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയിൽ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ, അധ്യാപനം എന്ന് പറഞ്ഞാൽ അത് പക്വത പ്രാപിച്ചവർക്കും സമചിത്തത പുലർത്തുന്നവർക്കും മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗൗരവാതരമായ ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. വെറുതെ അങ്ങോട്ട് വന്ന് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് അങ്ങോട്ട് ഒഴിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കാനുള്ളത് അല്ല അധ്യാപനം എന്നുള്ളത്. ഒത്തിരിയേറെ ബാധ്യതകളുള്ളതാണ്, ഒത്തിരിയേറെ കടമ നിർവഹിക്കാനുള്ളതാണ്. ഈ കടമ നിർവഹിക്കണമെങ്കിൽ നമുക്ക് സമചിത്തത വേണം. കുറച്ചൊക്കെ അധ്യാപകർ എൻ്റെ മുന്നിലുണ്ട്, കുറേ അധ്യാപകരെങ്കിലും ഓൺലൈനിൽ ഞാൻ എന്നെ കേൾക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നത് പോലെ, അവരെ സമചിത്തതയോടെ പരിപാലിക്കുന്നത് പോലെ നമ്മുടെ സ്ഥാപനത്തിലെ, നമ്മുടെ വിദ്യാലയത്തിലെ മക്കളെയും ഒരു കരുതലോടെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനും അധ്യാപകർക്കും ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആരാണ് ഒരു അധ്യാപകന്റെ അയൽക്കാരൻ? ഞാൻ പറയും, അധ്യാപകന്റെ അയൽക്കാരൻ വിദ്യാർത്ഥിയാണ്. അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മാർഗനിർദ്ദേശവും ദിശയും പ്രതികരണവും കാത്തിരിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ. അതുകൊണ്ട് തന്നെ ആരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ആരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്നേഹിക്കേണ്ടത് തീർച്ചയായിട്ടും വിദ്യാർത്ഥിയെയാണ്. അവരുടെ ബലഹീനതകളോടെ, അവരുടെ കഴിവുകളോടെ, അവരുടെ നന്മകളോടെ അവർ സ്നേഹിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ റോള് പൂർണ്ണമാവുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്, മാതാപിതാക്കളും ഒപ്പം തന്നെ വിദ്യാർത്ഥികളും. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഈ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുറ്റവരാക്കുക എന്നുള്ളത് വലിയൊരു കർത്തവ്യമാണ്. ഇതൊരു ശുദ്ധീകരണത്തിന്റെ സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യാശയുടെ പാത അന്വേഷിക്കേണ്ട ഒരു സമയമാണിത്. ഒപ്പം തന്നെ പുനരുത്ഥാനത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു ക്ഷണമാണിത് എന്നൊക്കെ ഞാൻ പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ആഴ്ച മദ്രാസിലെ ഒരു അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. ഞങ്ങളുടെ ജീവോദയ എന്നുള്ള മദ്രാസിലെ ഒരു സ്ഥാപനത്തിന് ഒരു അവാർഡ് കിട്ടി. ഈ അവാർഡ് ദാന ചടങ്ങിൽ പോയപ്പോൾ 10 പേർക്ക് അവർ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് അവാർഡ് സ്വീകരിക്കാൻ വന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ കുറിച്ച് സംസാരിക്കാൻ ഇടവന്നു പോകും. ആ സ്ത്രീ പറയായിരുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡായിരുന്നു ഈ 10 എണ്ണം. അപ്പൊ ഈ സ്ത്രീ പറയായിരുന്നു, മദർ തെരേസ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ മദർ തെരേസയ്ക്ക് ഒരു ലെറ്റർ എഴുതി, എന്നെ കൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുക എന്ന് പറഞ്ഞു. മദർ തെരേസ അതിന് റിപ്ലൈ ചെയ്തത് ഇങ്ങനെയാണെന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടില് ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുക, എൻ്റെ കൂടെ വരിക എന്നതിലുപരി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ ജനത്തിന് ചെയ്യാവുന്ന ശുശ്രൂഷ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ സ്ത്രീക്ക് അതിന് ഒരു നിരാശ വന്നു. കാരണം ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്നോർത്ത്. ഒപ്പം തന്നെ ഈ സ്ത്രീ ചിന്തിക്കാൻ തുടങ്ങി, ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണല്ലോ ചിന്തിക്കാൻ പറഞ്ഞത്. ഈ സ്ത്രീ അങ്ങനെ ചിന്തിച്ചു, ഈ നാട്ടിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നിലൂടെ നടപ്പിലാക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത് എന്താണ് എന്ന് സ്ത്രീ കണ്ടുപിടിക്കാനായിട്ട് അന്വേഷിച്ചു. അവസാനം ഈ സ്ത്രീ ചെയ്ത് ഒരു പാലിയേറ്റീവ് കെയറിന് ആരംഭം കുറിക്കുക എന്നുള്ളതാണ്. ഇന്ന് ആ സ്ത്രീയുടെ കീഴിൽ വളരെ മനോഹരമായ വിശാലമായ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അവർ പ്രവർത്തിക്കുകയാണ്. ഒരു സ്ത്രീ തന്നെ ചെയ്ത ഒരു കാര്യമാണ്.
ഒരു ട്രസ്റ്റോ സഹായിക്കാനുള്ള മറ്റു വ്യക്തികളെയോ ആശ്രയിച്ചിട്ടല്ല, ഒരു ഇൻഡിവിജ്വലായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അവർക്ക് ഇന്നൊരു 10 ലക്ഷം രൂപയുടെ അവാർഡ് ആണ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. മദർ തെരേസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, റിജക്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഈ സ്ത്രീക്ക് ഒരു വേദന ഉണ്ടായെങ്കിലും വിഷമമുണ്ടായെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ ചിന്തിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്. കോവിഡ് ഒരു പരിധി വരെ നമുക്ക് ഒത്തിരിയേറെ പ്രതിസന്ധിയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലൂടെ. ചങ്ങനാശ്ശേരിയിലുള്ള ഒരു അച്ഛനാണ് ഞങ്ങളെ ധ്യാനിപ്പിക്കുന്നത്. ഓൺലൈനിലൂടെ ധ്യാനിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കെനിയയിലും ജർമ്മനിയിലും ഇറ്റലിയിലുമുള്ള സിസ്റ്റേഴ്സ് അടക്കം ഈ ധ്യാനം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, കോവിഡ് ഇല്ല എങ്കിൽ ഞങ്ങൾ ധ്യാനം നടത്തുമ്പോൾ കുറച്ച് സിസ്റ്റേഴ്സിനെ, നാട്ടിലുള്ള സിസ്റ്റേഴ്സിനെ ഏതെങ്കിലും ഒരു കോൺവെന്റിൽ കൊണ്ടുവരും, തൊട്ടടുത്ത് നിന്ന് കിട്ടാവുന്ന ഒരു വൈദ്യനെ വിളിക്കും, അങ്ങനെയാണ് ധ്യാനം നടത്തുക. അല്ലെങ്കിൽ ഒരു ധ്യാന ഗ്രൂപ്പിനെ വിളിക്കുന്നു, ധ്യാനം നടത്തുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഒരു വൈദ്യൻ ചങ്ങനാശ്ശേരിയിൽ ഇരുന്നാണ് ഓൺലൈനിൽ ധ്യാനിപ്പിക്കുന്നത്. ഓൾ ഓവർ ദ വേൾഡുള്ള ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അനുകൂല സാഹചര്യങ്ങളിൽ മാത്രമല്ല നമുക്ക് വളർച്ചയുള്ളത്, പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ വളർച്ചയ്ക്കായിട്ടാണ്. അതിനുള്ള വഴി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ വഴി കണ്ടെത്തുന്നവരാണ് ജീവിതത്തിൽ വിജയം നേടുക. എനിക്ക് നിങ്ങളോട്, ഓൺലൈനിൽ എന്നെ അറ്റൻഡ് ചെയ്ത മാതാപിതാക്കളോടും അധ്യാപകരോടും പ്രിയമുള്ള വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഏതൊരു പ്രതികൂല സാഹചര്യവും ഉണ്ടെങ്കിലും അതിൻ്റെയും പുറകിൽ ദൈവത്തിന്റെ സംരക്ഷിക്കുന്ന ഒരു കരമുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഓരോരുത്തരും കണ്ടുപിടിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ വളരും, നമ്മുടെ ജീവിതം വളർച്ചയിലേക്ക് നയിക്കും. അതിന് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഇന്നത്തെ പ്രധാന താരങ്ങളായിട്ട് നമ്മുടെ മുന്നിലുള്ളത് റിട്ടയർ ചെയ്യാനൊരുങ്ങുന്ന 3 പേരാണ്. പിതാവിന് സംസാരിച്ചൊരിതേക്കുറിച്ച് 35 വർഷം വരെ ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ റീത്തമ്മ ടീച്ചർ, ഞാൻ പലപ്പോഴും ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ടീച്ചറുടെ പ്രസന്നവദനമായിട്ടുള്ള ആ വദനം കണ്ട് വളരെ സന്തോഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അധ്യാപകർക്ക് പറയാനുള്ളതും റീത്തമ്മ ടീച്ചറെ കുറിച്ച് ഒത്തിരിയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനും കൊച്ചുമക്കളെ സ്വന്തം മക്കളെ പോലെ കരുതി സ്നേഹിക്കാനും ഒക്കെ ടീച്ചർ കാണിക്കുന്ന ജാഗ്രത. ഒപ്പം തന്നെ സിസ്റ്റർ എൽസിറ്റ, ഒരു വർഷം ഞങ്ങൾ ഒരുമിച്ച് മദ്രാസിലുണ്ടായിരുന്നു. സിസ്റ്റർ എൽസിറ്റയെ കുറിച്ച് പറഞ്ഞു, ഒരു നിഷ്കളങ്കയായ ഒരു സ്ത്രീ, ഒരു സിസ്റ്റർ എന്ന്. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവത്തോടെ, കുഞ്ഞിൻ്റെ മലത്തോടെയാണ് സിസ്റ്ററിനെ ഞാൻ കണ്ടിട്ടുള്ളത്. സിസ്റ്റർ സിജ ഗ്രേസിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ടീച്ചർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കമ്പയർ ടു ഓഫീസ് വർക്ക്. ഫയലുകളുമായിട്ട് നേരം വെളുത്ത വൈകുന്നേരം വരെ ജോലി ചെയ്യുക, ഫയലുകൾ മാത്രമായിട്ട് ഡീൽ ചെയ്യുന്നത് അത് ഏറെ സുഖകരമായ ഒന്നല്ല. എങ്കിലും മടുപ്പില്ലാതെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാനായിട്ട് ഇവർക്ക് 3 പേർക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ മോശ 40 വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇവരെ 25-35 വർഷമൊക്കെ കൊച്ചുമക്കളെ അവരുടെ കരം പിടിച്ചുകൊണ്ട് അവരെ ആയിരിക്കേണ്ടിടത്തേക്ക് നയിച്ചവരാണ് നമ്മളോട് റിട്ടയർ ചെയ്യാൻ ഒരുങ്ങുന്നവർ. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ മനുഷ്യ കുഞ്ഞുങ്ങളിൽ പതിപ്പിച്ച അറിവും മൂല്യങ്ങളും മാതൃകകളും സാന്ത്വനങ്ങളും പരിഗണനകളും ഇത് ഒരിക്കലും കാലത്തിന് മറക്കാനാവില്ല. ഒത്തിരിയേറെ കൊച്ചു മനസ്സുകളിൽ നിങ്ങളുടെ മുഖം രൂപപ്പെട്ടിട്ടുണ്ട്. അവർ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ, പ്രത്യേകിച്ചും കൊച്ചുമക്കളുടെ മനസ്സിലേക്ക് കോരിയിടുമ്പോൾ ഒരിക്കലും അവർക്ക് മറക്കാനാവില്ല. നിങ്ങൾ മറന്നാലും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ മറക്കില്ല എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തോടെ വിട ചെല്ലാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്കും സന്തോഷിക്കാനുള്ളത് ഇത് തന്നെയാണ്. ഒത്തിരിയേറെ കൊച്ചുമക്കളെ കൈപ്പിടിച്ച് വളർത്താനായിട്ട് എന്നെ ഒരു കരുവാക്കിയല്ലോ എന്നതിൽ സന്തോഷിക്കാം. നമുക്കറിയാം, കാർഷിക മേഖലയിലോ വ്യാവസായിക മേഖലയിലോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, അത് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ അതിനാലെ തന്നെ അതിൻ്റെ അവസാനമായി. സർവീസ് സെക്ടർ എന്ന് പറയുന്നത്, അവിടെ നമ്മൾ ചെയ്യുന്ന അധ്വാനം കൗണ്ടബിൾ അല്ല, മെഷറബിൾ അല്ല. നമുക്ക് ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്നത് പോലെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സർവീസ് സെക്ടറിന് സാധിക്കില്ല. എന്നാൽ അതേസമയം മനുഷ്യ ഹൃദയങ്ങളിൽ എന്തുമാത്രം ആധിപത്യം പുലർത്തി എന്നുള്ളതാണ് നമ്മുടെ സർവീസ് സെക്ടറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരുടെ വിലമതിക്കാവുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഒത്തിരിയേറെ വലുതാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് അതിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
3 പേരും റിട്ടയർ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ നന്ദി പറയുകയാണ് ഈ സ്ഥാപനത്തോട് നിങ്ങൾ കാണിച്ച, ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് നിങ്ങൾ കാണിച്ച സ്നേഹത്തിനും ആദരവിനുമൊക്കെ. അധ്യാപകരോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ 3 ആയിട്ട് തരംതിരിക്കാം. എന്ന് പറഞ്ഞാൽ 3 മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ ഈ കുട്ടികളിൽ കാണാം. ഒന്ന് ക്യാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഗ്നറന്റ് ആണ്. ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എന്ത് അടുത്ത് വെച്ച് കൊടുക്കുന്നുവോ അത് സ്വീകരിക്കാനേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത് ഡോഗ്, അത് വളരെ വിജിലന്റ് ആണ്. നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കണ്ട, എറിഞ്ഞിട്ട് കൊടുത്താലും പട്ടി പിടിക്കും, നായ പിടിക്കും. മൂന്നാമത്തതാണ് ഫോക്സ് നമുക്കറിയാം കണ്ണിങ് ആണ്. അത് എവിടെ ഒളിച്ചു വെച്ചാൽ പോലും കണ്ടെത്തും. നമ്മുടെ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ ഈ 3 തരത്തിലുള്ള കുട്ടികളും നമ്മളുടെ ഒരു വിദ്യാലയത്തിൽ ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകാം. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ ഫോക്സ് കണക്കെ, കുറുക്കന്മാരെ കണക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും അവർ കണ്ടെത്തി പഠിച്ചോളും. കുറച്ച് കുട്ടികൾക്ക് എറിഞ്ഞിട്ട് കൊടുത്താലും പഠിക്കും. കുറച്ച് കുട്ടികൾക്ക് അടുത്ത് കൊണ്ട് വെച്ചു കൊടുത്താൽ മാത്രമേ, അടുത്ത് ചേർന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് അധ്യാപകര് കുട്ടികളെ തരംതിരിക്കണം. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ എല്ലാവരെയും ഒരേ വീക്ഷണകോണിൽ കണ്ടാൽ എനിക്ക് ആ കുട്ടികളോട് നീതി പുലർത്തിയെന്ന് പറയാൻ പറ്റില്ല. ഓരോ കുട്ടികൾക്കും അർഹിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് നീതി. അതുകൊണ്ട് തന്നെ കുട്ടികളെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ആ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ക്രമീകരിച്ചു കൊടുക്കാനും അധ്യാപകരായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും കുട്ടികളോട് ഒന്നുകൂടെ പറയട്ടെ, പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ കാണപ്പെടുന്ന ദൈവം. എൻ്റെ മുന്നിലൊന്നും കുട്ടികളൊന്നും ഇല്ലെങ്കിലും ഓൺലൈനിലെ എല്ലാ കുട്ടികളും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ, മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും തയ്യാറാകണം എന്നുള്ളതാണ്. ഒരേ ഒരു കാരണം മാത്രം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചർ ഭാവി പ്ലാൻ ചെയ്യുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠിക്കാൻ വേണ്ടതായ, നിങ്ങൾക്ക് വേണ്ട കമ്പ്യൂട്ടർ, നിങ്ങൾക്ക് വേണ്ട മൊബൈല്, ഇതെല്ലാം വാങ്ങിത്തന്നത് ആരാണ്? നിങ്ങളുടെ മാതാപിതാക്കൾ. അതെല്ലാം മാതാപിതാക്കൾക്ക് അതിനുള്ള പ്രാപ്തി കഴിവില്ല എങ്കിൽ നിങ്ങളുടെ അധ്യാപകരും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെന്റ് ഒക്കെയാണ്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾ അനുസരണത്തോടൊപ്പം തന്നെ ഈ തന്നവരോട് ഒരു നന്ദിയും കൂടെ പുലർത്തണം. അധ്യാപകർ ഒത്തിരിയേറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സംഘടനകൾ ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിത്തരാൻ, പഠനോപകരണങ്ങൾ വാങ്ങിത്തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദിയുള്ളവരാകണം. എങ്ങനെയാണ് നന്ദിയുള്ളവരാകേണ്ടത്? ഒന്ന് മാത്രം ചെയ്താൽ മതി. ഈ വാങ്ങിത്തന്ന ഉപയോഗ വസ്തുക്കൾ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഉപകരണങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. ഒരു തരത്തിലും അത് മിസ്യൂസ് ചെയ്യാതെ വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക മാത്രം ചെയ്താൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന നന്ദിയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ, സാധ്യതകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിനും വീടിനും നന്മ ചെയ്യുന്ന നല്ല മക്കളായി വളർന്നു വരുവാൻ പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇവിടെ ഈ ഓഡിറ്റോറിയം ഇവിടെ നിറഞ്ഞ് നടക്കേണ്ടതാണ്. ഓടി നടക്കാനോ, കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ചുറ്റുവട്ടം മുഴുവനും അധ്യാപകരും പാരൻസും കുറച്ച് പേര് ഇങ്ങനെ ഇരുന്നു. റിട്ടയർ ചെയ്യുന്നവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഇവിടെ ഇരുന്നു. കുട്ടികളൊക്കെ ഇവിടെ നിറഞ്ഞിങ്ങനെ ഓടി കളിക്കുമായിരുന്നു. ഇന്ന് അതിനുള്ള സാഹചര്യമില്ല. കുട്ടികളൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുകയാണ്. പ്രിയമുള്ള മക്കളെ, അടുത്ത വർഷം ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും നിങ്ങളുടെ വിദ്യാലയത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടെ ഞാൻ നിർത്തട്ടെ. നന്ദി. Sister, for your inspiring and enriching message. അറിവിന്റെ നിറകുടമെങ്കിലും ലാളിത്യവും കർത്തവ്യബോധ്യവും കൊണ്ട് അധ്യാപക വിദ്യാർത്ഥി ലോകത്തിൽ പച്ചകിടാതെ ശോഭിച്ചു നിൽക്കുന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് ഇരിങ്ങാലക്കുട ഡിഒ ശ്രീ മനോജ് കുമാർ ദേവി. ഈ വിദ്യാലയത്തോട് ഔദ്യോഗികമായി വിട പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുന്നു. സർ, ഐ കോൺലി ഇൻവൈറ്റ് ശ്രീ PV മനോജ് കുമാർ, ഡയറക്ടർ എഡ്യൂക്കേഷൻ ഓഫീസർ ഇരിങ്ങാലക്കുട, for unveiling the portrait.
കൈയടിക്കണം കേട്ടോ. യോഗത്തിൻ്റെ അധ്യക്ഷ റവറൻഡ് സിസ്റ്റർ ലില്ലി മരിയ ഈ വാർഷിക ആഘോഷവും യാത്രയപ്പ് യോഗവും ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ബിഷപ്പ് മാർ പോളി കണ്ടൂക്കാട്, ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിച്ച വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക സിസ്റ്റർ റാണിറ്റ, ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന വാർഡ് കൗൺസിലർ ശ്രീമതി രാജി കൃഷ്ണകുമാർ, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള ശ്രീമതി സിസി ജോസഫ്, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന റവറൻഡ് സിസ്റ്റർ മേബിൾ, ശ്രീമതി റെച്ചീന സെബാസ്റ്റ്യൻ, വിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അർച്ചന, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ ഏറെ വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സിസ്റ്റർ റീഥാമ ടീച്ചർ, ശ്രീമതി റീഥാമ ടീച്ചർ, സിസ്റ്റർ എൽസിറ്റ, ഈ വിദ്യാലയത്തിൽ നിരവധി വർഷങ്ങളായിട്ട് ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്റർ സിജോ ഗ്രേസ്, ഈ ചടങ്ങിനെ നന്ദി ആശംസിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ അനീഷ് ആന്റണി, ഈ ചടങ്ങിൽ വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിരമിക്കുന്ന സ്റ്റാഫ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ, വിദ്യാലയത്തിലെ PTA പ്രതിനിധികളെ, അതുപോലെ തന്നെ ഈ ചടങ്ങ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഏറെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൻ്റെ മുന്നിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടിയിരുന്നത്. നമുക്കറിയാം, കോവിഡ് വരുത്തിയ പ്രതിസന്ധി കാരണം പല പരിപാടികളും, വർണ്ണാഭമായി നടത്തേണ്ട പല പരിപാടികളും ചുരുങ്ങിയ രീതിയിൽ നടത്താതെ നിർവാഹമില്ല എന്നുള്ള കണ്ടീഷനിൽ കൂടി നടത്തേണ്ടി വന്നിരിക്കുന്ന പല പരിപാടികളുണ്ട് നമ്മുടെ മുന്നിൽ. എങ്കിലും ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരൊക്കെ വീട്ടിലിരുന്ന് പരിപാടികൾ കാണുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായ ഒരു യാത്രയപ്പ് യോഗം തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 110 വർഷമായിട്ട് കരുവന്നൂർ പ്രദേശത്തെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പുരോഗതിക്ക് നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന
കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂളിൻ്റെ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ്. ഒരു വാർഷിക ആഘോഷ വിദ്യാലയം സംഘടിപ്പിക്കുമ്പോൾ അതൊരു തുറന്ന ചർച്ചയ്ക്കുള്ള വേദി കൂടി ആവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പോയ വർഷങ്ങളിൽ വിദ്യാലയത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഈ കഴിഞ്ഞ വർഷം മറ്റ് സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സവിശേഷമായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു, ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു പരിപാടിയായി മാറണം വാർഷികങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിന്റെ ഗ്രാഫ് എപ്പോഴും മുകളിലോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. 110 വർഷം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ ചെറുതല്ല. ആ 110 വർഷത്തെ പുരോഗതി നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാവണം. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കൃത്യമായി വിദ്യാലയത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ എത്രത്തോളം നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് പുനരാലോചിക്കാനും പുനർചിന്തനത്തിനുള്ള വേദിയാണ് വാർഷികാഘോഷങ്ങൾ. അപ്പോഴേ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തിരിച്ചറിയണം. വരും വർഷങ്ങളിൽ അതുകൂടി നികത്താനുള്ള ശ്രമം വേണം. നമുക്കറിയാം, ഈ വർഷത്തെ പഠനം ഓൺലൈനായിട്ടാണ് നടന്നു വരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കേരള സംസ്ഥാനം മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് നമ്മുടെ ധനകാര്യ മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിന് മുന്നോടിയായിട്ട് നടത്തിയ സർവേയിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാലയങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലായി കേരളം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ആ അടയാളപ്പെടുത്തതിൽ നമ്മുടെ വിദ്യാലയത്തിന്റെ പങ്കും ഉണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ 45,000-ത്തിലധികം ക്ലാസ് മുറികൾ എയ്ഡഡ് മേഖലയിലായാലും ഗവൺമെന്റ് മേഖലയിലായാലും സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറിക്കഴിഞ്ഞു. 25,000-ത്തിലധികം 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ സ്മാർട്ട് ലാബ് പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കുതിപ്പിന്റെ യാത്രയിലാണ് കേരളം. വിദ്യാലയങ്ങളിൽ ആവശ്യമുള്ള ഭൗതിക സൗകര്യങ്ങൾ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. കോവിഡ് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വലിയൊരു ചുവടുവെപ്പ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയത്. കുട്ടികൾക്ക് വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് SSLC പരീക്ഷ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആ കുട്ടികൾക്ക് +1 അഡ്മിഷൻ നേടിയിട്ട് അവരുടെ വർഷം നഷ്ടപ്പെടാതെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമ്മുടെ അധ്യാപകരെല്ലാം ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ അതിനനുസരിച്ച് സാങ്കേതിക രംഗത്ത് വൈദഗ്ധ്യമുള്ളവരായി മാറിക്കഴിഞ്ഞു. ആവശ്യകതക്കും അവസരത്തിനും ഒത്തുയരാൻ നമ്മുടെ അധ്യാപകർക്ക് കഴിഞ്ഞതാണ് കൃത്യമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് പഠനം എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ കാലത്തിന് മുമ്പേ നടക്കേണ്ടവരാണ്. കാലത്തിന് വരുന്ന ഓരോ മാറ്റങ്ങളും സ്വയം
സംശീകരിച്ചുകൊണ്ട് വർത്തമാനകാലത്തിനനുസരിച്ച് സ്വയം നവീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് അധ്യാപകർ. കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അധ്യാപകരുടെ മുന്നിലാണ് കുട്ടി ഉണ്ടാവുന്നത്. ഒരു കുട്ടിയുടെ രണ്ടാമത്തെ രക്ഷിതാവാണ് അധ്യാപകർ. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ രണ്ടാമത്തെ ടീച്ചറാണ് രക്ഷിതാവ്. ഈ രണ്ട് പ്രക്രിയയും, അതായത് അധ്യാപകന്റെയും രക്ഷിതാവിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അവർ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് തൻ്റെ കഴിവിനനുസരിച്ച് താൻ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ എത്തിപ്പെടാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ തലത്തിലായാലും ആഗോളതലത്തിലായാലും ഒരുപാട് നൂതനമായ പ്രവർത്തനങ്ങളും മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള കരിക്കുലമാണ് NCERT ആയാലും SCERT ആയാലും രൂപപ്പെടുത്തിയെടുക്കുന്നത്. കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ TTC-കാരുടെ, അതായത് ഇപ്പോഴത്തെ DLED കോഴ്സിന്റെ കരിക്കുലം തയ്യാറാക്കുമ്പോൾ, ഞാൻ അതിലൊരു അംഗമായിരുന്നു, കരിക്കുലം തയ്യാറാക്കുമ്പോൾ ഓൺലൈൻ പാഠ്യപദ്ധതി അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കരിക്കുലത്തിൽ അത് ഉൾപ്പെടുത്തിയിരുന്നു. മൂക്ക് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് കുട്ടി ഓരോ സെമസ്റ്ററിലും കൃത്യമായി ഇത്ര അധ്യയന ദിവസം ഉപയോഗിക്കണമെന്നും പല പ്രദേശങ്ങളിലുള്ള വിദഗ്ധരുടെ ക്ലാസുകൾ കുട്ടികൾ കൃത്യമായി കാണാനും ശ്രമിക്കാനുമുള്ള അവസരം ഒരുക്കണമെന്നും നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കരിക്കുലത്തിൽ കൃത്യമായി ഓൺലൈൻ പഠനത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം, ഫസ്റ്റ് ബെല്ലിലൂടെ കുട്ടികൾക്ക് വളരെ കഴിവുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരെയും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ച് കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് പഠന പിന്തുണ നൽകിക്കൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് അധ്യാപകർ. ഈ രണ്ട് പ്രക്രിയയും ഒരേപോലെ നടന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് തങ്ങളുടെ പഠനം കൃത്യമായി ഈ ഓൺലൈൻ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മാർച്ച് 17-ന് SSLC പരീക്ഷ നടക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നത്. +2 SSLC കുട്ടികളെ സംശയ നിവാരണത്തിന് ജനുവരി 1 മുതൽ വിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് പഠന പ്രക്രിയ കൊണ്ടുപോവുകയാണ്. ഈ ചടങ്ങ് വിദ്യാർത്ഥികൾ കാണുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുക എന്നത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അത് മാത്രമാണ് അതിലെല്ലാത്തിൻ്റെയും പൂർണ്ണതയായി എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത്. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ്. രണ്ട് ആഴ്ച മുമ്പാണ് നമ്മൾ വളരെ പ്രയാസമുള്ള ഒരു വാർത്ത പത്രത്തിൽ വായിച്ചിട്ടുള്ളത്. ആന്ധ്രയിലുള്ള ഒരു പ്രൊഫസർ, ഒരു പ്രിൻസിപ്പളും
കലിയുഗ അവസാനിപ്പിക്കാൻ വേണ്ടി മിടുക്കരായ തൻ്റെ മക്കളെ വകവരുത്തി അല്ലെങ്കിൽ അവരെ കൊന്നു എന്നുള്ളത്. അതും അറിവ് ഏറെയുള്ള 2 രക്ഷിതാക്കളാണ്. അറിവ് നേടുക മാത്രമല്ല, വിവേകത്തോടെ നമുക്ക് പെരുമാറാനും വിവേകത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയണം. ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ ആ മൊബൈൽ ഫോണിലെ എല്ലാ സാങ്കേതിക വിദ്യകളും മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ വലിയ ആപത്തിൽ ചെന്നെത്തുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നേരത്തെ പ്രധാന അധ്യാപികയും അതുപോലെ നേരത്തെ സംസാരിച്ച സിസ്റ്ററൊക്കെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. പല സമ്മർദ്ദങ്ങളും പല സന്ദർഭങ്ങളും നമ്മൾ വന്നു ചേരും. ആ സമയത്ത് ആ സന്ദർഭങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയണം. അതോടൊപ്പം ഓരോ അവസരങ്ങളും നമുക്ക് കിട്ടിയ അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്തി നമ്മുടെ ലക്ഷ്യം സാധൂകരിക്കാനും നമുക്ക് കഴിയണം. ഒരു നല്ല വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. സമൂഹത്തിലെ ചലനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മറ്റുള്ളവരുടെ പ്രയാസം തിരിച്ചറിയാൻ കഴിയണം. ഒരു മനുഷ്യന് വേണ്ടുന്ന ഒരു മാനവിക ഗുണങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിലെ ഒരു ഉത്തമ പൗരനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ നമ്മളോട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒപ്പം നടത്താൻ നമുക്ക് കഴിയണം. ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയണം. അതിന് കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകര് സ്വാധീനിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ന് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട 2 അധ്യാപികമാരും ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ, പ്രത്യേകിച്ച് ഓഫീസ് പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്ററും ഇന്ന് വിദ്യാലയത്തിൽ നിന്ന് വിട പറയുകയാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കാറുണ്ട്. പക്ഷെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അവിചാരിതമല്ല. 56 വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്ത് പോകണമെന്ന് സർക്കാർ നിയമമാണ്. ആ നിയമത്തിന് വിധേയരാണ് സർക്കാർ ജീവനക്കാരായ നമ്മളെല്ലാം. 2 അധ്യാപികമാര്, ശ്രീമതി റീതാമ ടീച്ചർ, സിസ്റ്റർ എൽസീറ്റ. റീതാമ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം 35 വർഷത്തെ സേവന പാരമ്പര്യമാണ് ഉള്ളത്. വലിയൊരു അനുഭവ സമ്പത്തിന്റെ ഉടമയാണ്. ഇത്രയും സർവീസ് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ ലഭ്യമാകൂ. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് ഒരിക്കലും 30 വർഷത്തിനപ്പുറത്തേക്കൊന്നും സർവീസ് ദൈർഘ്യം ഉണ്ടാവാറില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ഉയർന്ന തലത്തിലുള്ള DO, DD അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊമോഷനായിട്ട് ഉയർന്നു പോകും. ഇപ്പം 35 വർഷത്തെ സുദീർഘമായ സേവനമാണ് റീതാമ ടീച്ചർ ഈ വിദ്യാലയത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. പല മിടുക്കന്മാരും മിടുക്കികളും കുറുമ്പന്മാരും കുറുമ്പികളൊക്കെ ടീച്ചറുടെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു അധ്യാപകൻ ആഗ്രഹിക്കുന്നത് അതെന്റെ വിദ്യാർത്ഥി എന്ന് പറയാനല്ല,
ഞാൻ അവൻ്റെ അധ്യാപകൻ എന്ന് പറയാനാണ്. ഞാൻ അവൻ്റെ അധ്യാപകൻ എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ആ കുട്ടി അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ പല മേഖലയിലും അടയാളപ്പെടുത്തിയ പലരുടെയും അധ്യാപികയായി മാറാൻ റീതാമ്മ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീതാമ്മ ടീച്ചർ ഔദ്യോഗിക സേവനത്തിൽ നിന്ന് മാത്രമേ ഇന്ന് വിരമിക്കുന്നുള്ളൂ. കഴിഞ്ഞ 35 വർഷം ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ച ഒരു അധ്യാപികയ്ക്ക് പൂർണ്ണമായും ഈ വിദ്യാലയത്തിന് വിട്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ടീച്ചറുടെ സേവനം ഔദ്യോഗികമായിട്ടല്ലെങ്കിലും ഇനിയുള്ള കാലയളവിലും ഈ വിദ്യാലയത്തിന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ ഒരു റിട്ടയർമെന്റിന്റെ ഒരു ക്ഷീണമൊന്നും ഈ പറയുന്ന ആരിലും കാണാനില്ല. ഇന്ന് സമൂഹത്തിൽ കാണുന്ന വെളിച്ചത്തിന്റെ പിന്നിൽ ഒരുപാട് അധ്യാപകരുടെ പ്രയത്നമുണ്ട്. ലൈബ്രറി പ്രസ്ഥാനമായാലും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഇടപെടലായാലും അധ്യാപകരുടെ പങ്ക് ചെറുതല്ല. ഇപ്പം വലിയ ഒരു മേഖല റിട്ടയർ ചെയ്താലും ടീച്ചറുടെ മുന്നിലുണ്ട്. ടീച്ചർ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, അത് ഏത് മേഖല എന്ന് ടീച്ചർക്ക് തിരഞ്ഞെടുക്കാം, രാഷ്ട്രീയമായാലും മറ്റ് സന്നദ്ധ പ്രവർത്തനമായാലും അത്തരം മേഖലയിൽ കൂടി വർദ്ധിച്ചുകൊണ്ട് ഒരു ജോലി എടുക്കാതെ പെട്ടെന്ന് ക്ഷീണിതയാവുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ടീച്ചറുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. ടീച്ചറുടെ സേവനം ഇനിയും സമൂഹത്തിന് കിട്ടട്ടെ. ഇനിയും ടീച്ചറുടെ സേവനം കൊണ്ട് ചെറിയ അളവിലെങ്കിലും നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് സഹായകരമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടീച്ചറുടെ ഇനിയുള്ള ജീവിത കാലഘട്ടം നന്മ നിറഞ്ഞതും സന്തോഷം നിറഞ്ഞതും മാത്രമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം റിട്ടയർ ചെയ്യുന്ന സിസ്റ്റർ എൽസിറ്റ സിസ്റ്റർ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. അവരുടെ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ അവരുടെ മുന്നിൽ വലിയ വാതായനങ്ങളാണ് തുറന്നു വെച്ചിട്ടുള്ളത്. അതിനുള്ള സാഹചര്യമുണ്ട്. ഏറെ വർഷക്കാലം ഈ പറഞ്ഞ പോലെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നും ഒരു സുഹൃത്തിന്റെ സ്ഥാനത്ത് നിന്നും നേർവഴി പറഞ്ഞു കൊടുത്ത അധ്യാപികയാണ് സിസ്റ്റർ എൽസിറ്റ. സിസ്റ്റർ എൽസിറ്റയുടെയും സേവനം ഇനിയും നമ്മുടെ വിദ്യാലയത്തിനും നമ്മുടെ സമൂഹത്തിനും ആവശ്യമുണ്ട്. അത് എൽസിറ്റ സിസ്റ്റർ തീരുമാനിക്കുന്ന പ്രകാരം മുന്നോട്ട് പോയിക്കൊണ്ട് ഇനിയും ഏറെ ജനങ്ങൾക്ക് സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സിസ്റ്ററുടെ ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ നന്മയും സ്നേഹവും അതുപോലെ തന്നെ സന്തോഷവും ആശംസിക്കുന്നു. ഏറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫയലുകൾ, നമ്മളൊക്കെ ജീവനുള്ള ഫയലുകളെയാണ് കുറെ കാലമായിട്ട് കൈകാര്യം ചെയ്തത്. ജീവനില്ലാത്ത ഫയലുകളെയാണ് സിസ്റ്റർ സിജ ഗ്രേസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഞാൻ ഏകദേശം 30 വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷമാണ് DO ആയിട്ട് പ്രൊമോഷൻ കിട്ടി വന്നിട്ടുള്ളത്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം സ്വദേശിയാണ്. 12 വർഷമായിട്ടാണ് തൃശ്ശൂർ താമസം തുടങ്ങിയിട്ടുള്ളത്. അപ്പം കുട്ടികളുടെ മുന്നിൽ നമുക്ക് എന്ത് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ മുന്നിലെത്തിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരും, നമ്മളൊരു പുതിയ മനുഷ്യനായി മാറും. പക്ഷേ ഇപ്പോഴും ഞാൻ ആ വിദ്യാർത്ഥികളിൽ നിന്ന് അകന്ന് DOയിലെ ഫയലുകളുടെ തിരക്കിലാണ്.
എപ്പോഴും ഫയലുകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കും, അത് നോക്കി വിടും, വീണ്ടും ഫയലുകൾ വരും. അങ്ങനെ ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനത്തിലാണ്. അത്തരം സന്ദർഭങ്ങൾ, ഇങ്ങനെ വരുന്ന അവിചാരിതമായ ചില സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഫയലുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പകരമായ കാര്യമല്ല. അപ്പൊ അത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വിദ്യാലയത്തിൽ നമ്മുടെ മേലധികാരികളുടെ ഓഫീസുകളിൽ നിന്ന് വരുന്ന കാര്യങ്ങളായാലും വിദ്യാലയത്തിനകത്ത് നടത്തേണ്ട ഓഫീസ് കാര്യങ്ങളായാലും അത് കൃത്യതയോടെ ചെയ്തുകൊണ്ട് എവിടുന്നും ഒരു വിമർശനങ്ങൾക്ക് വഴിവെക്കാതെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്ക് കൃത്യമായി ശമ്പളം വാങ്ങിച്ചു കൊടുക്കുന്നതിലും, ശമ്പളം കിട്ടാതിരിക്കുമ്പോഴാണ് പരിഭവം ഉണ്ടാവുക പലർക്കും. അത്തരം അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്നതിലും തന്റെ സേവനം വിനിയോഗിച്ചിട്ടുള്ള സിസ്റ്റർ സിജ ഗ്രേസിനും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം സന്തോഷകരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 3 പേരുടെയും സേവനം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അത് അവർ പ്രദാനം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ 10ാം തരത്തിലെ കുട്ടികളെ മുഴുവനും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിജയിപ്പിക്കുന്നതിലും 25 A+ ആണ് കഴിഞ്ഞ വർഷം ലഭിച്ചതെങ്കിൽ, 26 A+ ആണ് കഴിഞ്ഞ വർഷം ലഭിച്ചതെങ്കിൽ അത് ഇരട്ടിയാക്കി മാറ്റുന്നതിനും ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാവണം. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ 60 കുട്ടികളാണ് ഉന്നത പഠനത്തിന് യോഗ്യരല്ലാത്തവരായി മാറിയിരുന്നത്. ഈ വർഷം നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് അർഹരാവണമെന്ന ലക്ഷ്യത്തോടെ ഉള്ള കർമ്മ പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ ജില്ലയായി ഇരിഞ്ഞാലക്കുടയെ മാറ്റാൻ ഈ വിദ്യാലയത്തിലെ എല്ലാ സ്റ്റാഫുകളുടെയും പൂർണ്ണ സഹകരണം ഞാൻ ആവശ്യപ്പെടുന്നു. 110 വർഷം പിന്നിട്ട ഈ വിദ്യാലയം ഉത്തരോത്തരം ഇനിയും അഭിവൃദ്ധിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം, ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലെ ഉത്സവമാണ്. അത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഉത്സവമാണ്. എന്നാൽ ഈ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു വിഷമം നിൽക്കുകയാണ്. കൊറോണയാണ്, അപ്പോൾ ആരും പങ്കെടുക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി കാരണം നമ്മളുടെ കുട്ടികളെല്ലാം ഈ ഒരു അവസരം ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം നമ്മളുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ കരുവന്നൂരിൻ്റെ ഒരു അഭിമാനമാണ് സെൻറ്റ് ജോസഫ് സ്കൂൾ. അതിൻ്റെ ഞങ്ങളുടെ വാർഡിലാണ് സെൻറ്റ് ജോസഫ് എന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട് എനിക്ക് പറയാൻ. അതിനോടൊപ്പം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും ഒരു പ്രത്യേക വ്യക്തിത്വം മോൾഡ് ചെയ്ത് ഇറക്കുന്നു എന്നുള്ളതും വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ടീച്ചർമാരായാലും സിസ്റ്റർമാരായാലും ഒരുപാട് കെയറിങ് നൽകിയിട്ടാണ് ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ നിന്ന് ഇവിടെ പറയുന്ന നമ്മളുടെ ശ്രീമതി റീതാമ്മ മിസ്സിനും സീത സിസ്റ്ററിനും അതുപോലെ സിജ ഗ്രേസ് സിസ്റ്റർക്കും ഈ കലാലയത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് ആണ് ലഭിക്കുന്നത്. ആ ഒരു ലൈഫ് വളരെ നല്ലൊരു സേഫായിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ സ്കൂളും ഇനിയും ഉയരത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അവിടെ അടുപ്പിക്കണം.
John Tekekira Melepram is expert in binding relationships with the string of love, words tinged with humor, inspiring persona, and a charismatic fortitude. Words aren't enough to describe our dear father. സ്നേഹബന്ധത്തിന്റെ നൂലിഴയെ ചേർത്ത് പിടിക്കുന്ന വ്യക്തി, അതാണ് ഞങ്ങൾക്കും ചോണച്ചൻ. Let's listen to what our elder brother wants to say. അഭിനന്ദ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, റിട്ടയർ ചെയ്യുന്ന സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കുക. ഇന്ന് റിട്ടയർ ചെയ്യുന്ന 3 പേരിൽ ഒരാള് എൻ്റെ സഹോദരി റീത്താമ ആണെന്നുള്ളത് സന്തോഷം. അവള് വർഷങ്ങൾക്ക് മുമ്പ് TTC പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ അവളെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി നിലയ്ക്ക് അവള് ജോലിക്ക് തേടി പോയപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി തരപ്പെടുത്താൻ വേണ്ടി സഹായിച്ച വ്യക്തി അവിടുന്ന് 35 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ സമ്മേളനത്തിന്റെ മെസ്സേജ് അയക്കാനായിട്ട്. ഞാൻ നിങ്ങളുടെ ഗുരുസ്മൃതി വായിച്ചു നോക്കി. മനോഹരമായ വാക്കുകൾ. ജീവിതത്തിന്റെ വഴികളിലൊക്കെ സ്വർഗതണലായവർ, വളർച്ചയുടെ വഴികളിലൊക്കെ തണലിടങ്ങളായവർ, ചെറിയ കാര്യങ്ങൾ കൊണ്ട് അധ്യാപക വൃത്തി സ്വർഗസമാനമാക്കിയവർ, അങ്ങനെയുള്ള വ്യക്തികളാണെന്ന് റിട്ടയർ ചെയ്യുന്നത്. ഓരോ അധ്യാപകനും അധ്യാപികയും, എൻ്റെ കുടുംബത്തിൽ 4 പേര് അധ്യാപകരാണ്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹപ്രദമാക്കാറുണ്ട്. കാരണം ഓരോ വർഷവും അവരുടെ കൈകളിൽ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർ പങ്കുവയ്ക്കുന്ന വിജ്ഞാനം മാത്രമല്ല, അവർ പങ്കുവയ്ക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ അവരുടെ വളർച്ചയുടെ വഴികളിലൊക്കെ ഒരുപാട് അനുഗ്രഹപ്രദമാകാറുണ്ട്. ഞാൻ വളരെ വലിയ വ്യക്തികളുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർ പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ അധ്യാപകൻ, എൻ്റെ അധ്യാപിക എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കടന്നുപോയ എത്രയോ കുഞ്ഞുങ്ങൾ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് ഓർത്തു നോക്കി. പലരും നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടാറുണ്ടായിരിക്കാം, ചിലർ കണ്ടുമുട്ടാറില്ലായിരിക്കാം. എങ്കിലും അവരൊക്കെ പങ്കുവെച്ച് കടന്നു പോകുന്ന വഴികളിലൊക്കെ നിങ്ങൾക്ക് അഭിമാനിക്കാം, ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ വ്യക്തി എന്റെ കരങ്ങളിൽ കടന്നുപോയ വ്യക്തിയാണെന്നുള്ളത്. നിങ്ങൾ ഇന്ന് റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ അനേകം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേരുകൾ കുറിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓർക്കുന്നുണ്ടാവും. എൻ്റെ ടീച്ചർ, എന്നെ പഠിപ്പിച്ച അധ്യാപിക, എൻ്റെ സ്കൂളിലെ ക്ലർക്ക്, അവരുടെ കൈകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരൊക്കെ ഓരോ ഓർമ്മകളും പങ്കുവയ്ക്കുന്നുണ്ടാവും. അവരെ സന്തോഷത്തോടെ ഓർക്കാൻ, നമുക്ക് നന്ദിയോടെ ഓർക്കാം. നിങ്ങളുടെ ത്യാഗത്തിന്റെ വഴികള്, നിങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകള്, നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച സന്ദേശങ്ങള് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കുന്ന ഉറപ്പാണ്. അവരുടെ വളർച്ചയുടെ വഴികളിലൊക്കെ എപ്പോഴും പ്രോത്സാഹനമായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും റിട്ടയർ ചെയ്യുമ്പോൾ അഭിമാനിക്കാം, ഞാൻ അനേകം കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലും സംരക്ഷകയുമായി തീർന്നിട്ടല്ലോ എന്നുള്ളത്. നിങ്ങളെ പഠിപ്പിച്ച വിദ്യാലയങ്ങളെ സ്വർഗസമാനമാക്കാൻ കഴിഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ശേഷിച്ച കാലത്തിന്റെ എല്ലാ അനുഭവങ്ങളും നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾ പങ്കുവച്ച എല്ലാ അനുഭവങ്ങളും തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all the best, and thank God for the wonderful ministry you have given to the world, to the children and the school as well. God bless you. Or make a person more humble? Yes. Answer to that question will be our dear sister Mello. Even in the heights of power, she is always at the beck and call of everyone. A person who is down to earth. അധികാരത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും അധ്യാപനത്തെ, അധ്യാപികരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ മുൻ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മെല്ലോ. Let's listen to her inspiring words. ആദ്യമായി തന്നെ എൻ്റെ തുടർന്നുള്ള വിശ്രമ ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. അധ്യാപന രംഗത്ത് ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ നിന്നെ അപ്പോയിന്റ് ചെയ്യുന്ന അവസരത്തിൽ ഞാനായിരുന്നു ഈ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ. നിന്റെ സഹോദരൻ പ്രവർത്തകർ
ജോൺ തെക്കേക്കരയോടുള്ള ഞങ്ങളുടെ സ്നേഹ ആദരവുകളാണ് ഞങ്ങളെ അധികം താമസിയാതെ തന്നെ നീ എൻ്റെ സഹോദരപുത്രൻ ഹാർട്ടൈനായി ജീവിതം ആരംഭിച്ചു. എൻ്റെ മക്കളെയും ദൈവിക വിശ്വാസത്തിലും സന്മാർഗബോധത്തിലും വളർത്തി വലുതാക്കി ഇന്നിതാ അവർ സ്വയം പര്യാപ്തരായി വളരെയേറെ ഉത്തരവാദിത്വമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതിൽ ദൈവത്തിന് നന്ദി പറയും. നിങ്ങൾക്കും പോളിയും അതിൽ അഭിമാനിക്കും. നിന്റെ അധ്യാപന ജീവിതത്തിൽ ഏറെ വർഷവും ഈ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂളിൽ തന്നെയായിരുന്നല്ലോ. ചെറിയ കുട്ടികളും അവരുടെ പേരൻസുമായുള്ള നിന്റെ സമീപനം ഏവർക്കും കൃത്യമായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നിട്ടുള്ള പല ഹെഡ് മിസ്റ്റർമാരും മാറി മാറി വന്നിരുന്നു. അവർക്കെല്ലാവർക്കും മറ്റു ടീച്ചേഴ്സിനും നിന്നെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പലപ്പോഴും അവിടെ ഒരുപാട് അന്വേഷിക്കാറുണ്ടായിരുന്നു. അതിൽ എനിക്കും ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. റിട്ടയർ ചെയ്യുന്ന ഈ അവസരത്തിൽ നിന്നെ ഞാൻ അനുമോദിക്കുകയാണ്. തുടർന്നുള്ള നിന്റെ ജീവിതം വെറും ഒരു വിശ്രമ ജീവിതമാകാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കഴിയുന്നത്ര നന്മ ചെയ്യാനുള്ള ഒരു അവസരമായി നീ എടുക്കണം. അതിനുവേണ്ട എല്ലാ ദൈവാനുഗ്രഹവും ശാരീരിക ആരോഗ്യവും എനിക്ക് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന ആശംസയോടെ ഞാൻ ഉറപ്പുന്നുണ്ട്.